ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന റെസിപ്പി ഒരു ചെമ്മീൻ കൊണ്ടുള്ള ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള മുന്നൊരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ എല്ലാവരും ഒന്ന് കാണണം. ഇന്നിപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ 1 കിലോ ചെമ്മീനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തപ്പോൾ അത് ഏകദേശം ഒരു 800 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം അതിൻ്റെ പിഴിഞ്ഞെടുത്തതാണ്. ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞ് അത് ചാറെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് ഒന്ന് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതും നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ചെമ്മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കുക. ഈ ചെമ്മീൻ വെന്ത് കിട്ടാൻ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ചെമ്മീൻ മൊരിഞ്ഞ് വരുമ്പോൾ അതായത് നന്നായിട്ട് മൊരിഞ്ഞ് പോകരുത്. ഓവറായിട്ട് മൊരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ കടിക്കുമ്പോൾ ഭയങ്കര ഒരു ഉറപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റണം. അപ്പോൾ അത് ഒരു സെറ്റ് റെഡിയായി. ഞാൻ അടുത്തതും കൂടെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഏകദേശം ഒരു 3 തവണയോളം ആയിട്ടാണ് ഇപ്പോൾ ഇത് വറുത്തെടുക്കുന്നത്. 3 തവണ ആയിട്ടാണ് ഇത് ഇപ്പോൾ വറുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഓവറായിട്ട് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചെമ്മീൻ ഭയങ്കര ഉറപ്പ് വയ്ക്കും. അപ്പോൾ നമ്മളത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ അവരുടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സവോള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 സവോളയാണ് ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 1 സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവോളയ്ക്ക് പകരം ചെമ്മീനിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിലും മതി. ചെറിയ ഉള്ളി ആണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചെറിയ ഉള്ളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് നുറുക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ചട്ടിയിലായതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ മൺചട്ടിയിലാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാൻ വളരെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിൽ കറിവേപ്പിലയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇടുന്നത് ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടു.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ സവോളയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെമ്മീനിൽ ഇതൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഈ സവോളയിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഉപ്പും ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഈ നന്നായിട്ട് നമ്മുടെ സവോളയും ഇതെല്ലാം കൂടെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെമ്മീനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലയും എല്ലാം കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണണം. അതേപോലെ തന്നെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവർ അതും കൂടെ എല്ലാവരും കാണണം. അപ്പോൾ ഇനി പുതിയ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.